യേശുവേ അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന, എൻ യേശുവേ അങ്ങേയ്ക്കാരാധന. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 38-ാം സങ്കീർത്തനം 3-ാം വാക്യം. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. തൻ്റെ പാപനിമിത്തം ദാവീദിന് ശാരീരികമായ കഷ്ടത അനുഭവപ്പെടുന്നു. പാപം ആനന്ദം വാഗ്ദാനം ചെയ്തേക്കാം, പക്ഷേ അത് വേദന നൽകുന്നു. അത് നമ്മിൽ നിന്ന് ജീവൻ ചോർത്തിക്കളയും. നമ്മുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് ഏറ്റുപറയാതിരുന്നാൽ അത് നമ്മെ ദൈവത്തിൽ നിന്ന് ആത്മീയമായി വേർപെടുത്തുക മാത്രമല്ല, അത് നമ്മുടെ വൈകാരികവും ശാരീരികവുമായ ആരോഗ്യത്തെ തളർത്തിക്കളയും. ദാവീദ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവൻ സ്വയം തൻ്റെ കുറ്റം ഏറ്റെടുക്കുകയാണ്. എൻ്റെ പാപമാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം. നമ്മുടെ കുറവുകൾ ദൈവമുൻപാകെ അനുതാപത്തോടെ ഏറ്റുപറയുമ്പോഴാണ് പ്രശ്നപരിഹാരം ലഭ്യമാകുന്നത്. പ്രിയ സ്നേഹിതരെ, പാപത്തിന് അനന്തരഫലമുണ്ട്. അത് ആത്മീയവും വൈകാരികവും ശാരീരികവുമായി നമ്മെ തളർത്തിക്കളയും. കുമ്പസാരത്തിലൂടെയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും പാപക്ഷമ ലഭ്യമാകും. അതിനാൽ നമ്മുടെ അസ്ഥികൾ അസ്വസ്ഥമായി തോന്നുകയും നമ്മുടെ ഹൃദയം ഭാരമാകുകയും നമ്മുടെ ആത്മാവ് അകലെ ആയിരിക്കുകയും ചെയ്താൽ കുരിശിലേക്ക് മടങ്ങി വരാം. അവിടെ പാപത്തിൻ്റെ ഭാരം സമർപ്പിച്ച് നമ്മുടെ ആത്മാവിന് വീണ്ടും ആരോഗ്യവും വിശ്രമവും കണ്ടെത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ അടുക്കൽ കടന്നു വന്ന് ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.